ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകളും റൂമറുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അത്തരത്തിലുള്ള ചില റൂമറുകളും അപ്ഡേറ്റുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് യുർഗൻ ക്ലോപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഈ പരിശീലകന് വേണ്ടിയുള്ള റയലിൻ്റെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ റയലിൻ്റെ ക്ഷണം സ്വീകരിക്കാൻ ഇതുവരെ അദ്ദേഹം തയ്യാറായിട്ടില്ല. ക്ലോപ്പ് വരില്ല എന്ന ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമായിരിക്കും റയൽ മൊറീഞ്ഞോയെ നിയമിക്കുക എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രയോറിറ്റി അത് യുർഗൻ ക്ലോപ്പിന് തന്നെയാണ്. ഇനി രണ്ടാമത്തേത് ഗോൺസാലോ ഗാർഷ്യയുമായി ബന്ധപ്പെട്ടതാണ്. ഈ താരത്തെ വരുന്ന സമ്മറിൽ വിൽക്കാൻ റയൽ മാഡ്രിഡ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചില ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ബൊറൂസിയ ഡോർട്ട്മുണ്ട്, യുവന്റസ്, റോമ എന്നിവരൊക്കെ ഗോൺസാലോ ഗാർഷ്യയിൽ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തേത് ടോണി ക്രൂസുമായി ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹത്തെ മടക്കി കൊണ്ടുവരാനുള്ള ചർച്ചകൾ ക്ലബ്ബ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്ലബിന്റെ ഒരു ടെക്നിക്കൽ റോളിലാണ് ഇദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുക. ക്രൂസിനെ കൊണ്ടുവരണം എന്നുള്ളത് പ്രസിഡന്റായ പെരസിന്റെ ഒരു നിർബന്ധമാണ്. അദ്ദേഹമാണ് ഈ നീക്കത്തിന് നേതൃത്വം നൽകുന്നത്. ഇനി നാലാമത്തേത് ഏഞ്ചലോ സ്റ്റില്ലർ. നേരത്തെ റയൽ മാഡ്രിഡ് താല്പര്യം പ്രകടിപ്പിച്ച മധ്യനിര താരമാണ് സ്റ്റില്ലർ. എന്നാൽ ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നിന്നും റയൽ ഇപ്പോൾ പിന്മാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, യുവന്റസ് എന്നിവരൊക്കെ ഈ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ട്യൂട്ടോ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഞ്ചാമത്തെ താരം അത് കമവിംഗയാണ്. ഇദ്ദേഹത്തെ ഈ സമ്മറിൽ റയൽ ഒഴിവാക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ക്ലബിനകത്ത് തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അടുത്ത സീസണിൽ തന്റെ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ പുതിയ ഒരു പരിശീലകൻ വന്നതിന് ശേഷം മാത്രമായിരിക്കും കമവിംഗയുടെ കാര്യത്തിൽ റയൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. ഇത്രയും അപ്ഡേറ്റുകളാണ് റയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.